നമസ്കാരം. ലൈംഗിക പീഡന പരാതിക്ക് പിന്നാലെ ഒളിവിൽ പോയ റാപ്പർ വേടനും പരാതിക്കാരിയായ യുവ ഡോക്ടറും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ പോലീസ് സ്ഥിരീകരിക്കുമ്പോഴും വേടനെക്കുറിച്ച് പോലീസിന് ഒരു വിവരവുമില്ല. ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടിയില്ലെങ്കിൽ വേടൻ കീഴടങ്ങുമെന്ന സന്ദേശം പോലീസിന് കിട്ടിയിട്ടുണ്ട്. ബലാത്സംഗ കേസുകളിലെ സുപ്രീം കോടതി ഉത്തരവുകൾ വേടന് അനുകൂലമാണെന്ന വിലയിരുത്തൽ ചില കേന്ദ്രങ്ങൾക്കുണ്ട്. ഇതുകൊണ്ടാണ് വേടനെ പിടിക്കാൻ പോലീസ് ശ്രമിക്കാത്തതുമെന്ന ആരോപണം ഉണ്ടായിരുന്നു. വേടൻ സോഷ്യൽ മീഡിയയിലടക്കം അപ്രത്യക്ഷനാണ്. അതുകൊണ്ട് എവിടെയാണെന്ന് കണ്ടെത്താൻ ഒരു വഴിയുമില്ലെന്നാണ് പോലീസ് പറയുന്നത്. ഇപ്പോഴിതാ സഹികെട്ട് രണ്ടും കൽപ്പിച്ച് പോലീസും രംഗത്ത് വന്നിരിക്കുകയാണ്. ബലാത്സംഗ കേസിൽ ഒളിവിൽ പോയ റാപ്പർ ഹിരൺദാസ് മുരളി എന്ന വേടനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. വേടൻ വിദേശത്തേക്ക് കടക്കാതിരിക്കാനാണ് അന്വേഷണ സംഘം പുതിയ നടപടിയെടുത്തിരിക്കുന്നത്. നേരത്തെ പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട് വനം വകുപ്പിന്റെ കേസിൽ വേടന്റെ പാസ്പോർട്ട് കോടതിയിൽ സറണ്ടർ ചെയ്തിരുന്നു. പിന്നീട് ഉപാധികളോടെ വിട്ടു നൽകുകയായിരുന്നു. ഇതിനാലാണ് പോലീസ് പെട്ടെന്ന് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. തന്നെ ക്രൂരമായി പീഡിപ്പിച്ചു എന്ന പരാതിയുമായി ആ യുവ ഡോക്ടർ രംഗത്തെത്തിയതിന് പിന്നാലെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിനുശേഷം വേടൻ എവിടെയെന്ന് ആർക്കും അറിയില്ല. നിരവധി സംഗീത ഷോകൾ റദ്ദാക്കിയിട്ടുണ്ട്. ഹൈക്കോടതി വേടന്റെ അറസ്റ്റ് തടയാത്ത സാഹചര്യത്തിൽ പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. വേടന്റെ മുൻകൂർ ജാമ്യം 18-ാം തീയതിയാണ് ഇനി ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരുന്നത്. ഇതിനു മുൻപ് വേടനെ പിടികൂടുക എന്നത് പോലീസിന്റെ ഉദ്ദേശമാണ്. അതേസമയം കോട്ടയം സ്വദേശിനിയായ യുവ ഡോക്ടറായിരുന്നു വേടനെതിരെ പരാതിയുമായി രംഗത്ത് വന്നത്. 2021 ഓഗസ്റ്റ് മുതൽ 2023 മാർച്ച് വരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതി. 2 വർഷത്തിനിടെ ലഹരിയടക്കം ഉപയോഗിച്ച് 6 തവണ പലയിടങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നും യുവതി പരാതിയിൽ പറഞ്ഞിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ അറിയുന്ന സുഹൃത്തുക്കളുടെ പേരും യുവതിയുടെ മൊഴിയിലുണ്ട്. അതിനിടെ വേടനെ പിന്തുണച്ച് മന്ത്രി OR കേളു രംഗത്ത് വന്നു. പുലിനഖം കെട്ടി നടന്നവരും ആനക്കൊമ്പ് കൊണ്ടുപോയവരും നമുക്ക് മുന്നിലുണ്ടെന്നും അവർക്കൊന്നുമില്ലാത്ത നിയമമാണ് വേടന് മാത്രമുള്ളതെന്നും മന്ത്രി OR കേളു പറഞ്ഞു. വേടനെ ഒതുക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്. ജാതിയുടെ വേലിക്കെട്ടുകളും അതിർവരമ്പുകളും ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. വേടന്റെ പരിപാടികൾക്ക് ആള് കൂടിയപ്പോൾ ചിലർക്ക് വിളറി പിടിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൊയ്യ പഞ്ചായത്തിലെ പൂപ്പത്തി ഉന്നതി അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇതോടെ സർക്കാരിൽ അടക്കം വേടന് പിന്തുണയുണ്ടെന്ന് മനസ്സിലായി. ദളിത് ഡോക്ടറുടെ പരാതിയിലാണ് വേടനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇത് ആ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി അറിയാതെ പോകുന്നു. ഓണത്തിന് വേടന്റെ പരിപാടികൾ സർക്കാർ സ്പോൺസർ ചെയ്യുമോ എന്ന ചോദ്യവും സജീവമാണ്. ഡോക്ടറായ യുവതി വേടനിൽ നിന്നും അനുഭവിച്ച നിരന്തരമായ ലൈംഗിക പീഡനങ്ങൾ ക്രൂരമാണെന്ന് അവർ നേരിട്ട് യൂട്യൂബ് ചാനലുകളിലും വെളിപ്പെടുത്തി. യുവതി വേടനെതിരെ നൽകിയ ശാരീരിക പീഡനത്തിന്റെ കഥകൾ ക്രൂരമാണ്. ഒരു സെക്സ് മാനിയാക്കിന്റെ രീതിയിലുള്ള പീഡനമാണ് വേടൻ നടത്തുന്നതെന്ന് മനോരോഗ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. കനബീസ്, സിന്തറ്റിക് ഡ്രഗ് എന്നിവ എടുത്താണ് പല സമയങ്ങളിലും വേടൻ ഈ യുവതിയെ ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കിയതെന്ന് പറയുന്നു. തന്നെ വിവാഹം കഴിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇതെല്ലാം സഹിച്ചിരുന്നതെന്നും യുവതി പറയുന്നു. ഇപ്പോൾ യുവതിക്കെതിരെ ഫോൺ വഴി വധഭീഷണി ഉയരുന്നതായി പരാതിയിലുണ്ട്. വേടൻ എന്ന പേര് വന്നതിന് കാരണം കാട്ടിൽ പോയി മൃഗങ്ങളെ വേട്ടയാടിയതിനാലാണെന്നും യുവതി വെളിപ്പെടുത്തുന്നു. ഗുരുതരമായ ആരോപണമാണിത്. നേരത്തെ പുലിപ്പല്ല് കഴുത്തിൽ അണിഞ്ഞതിന്റെ പേരിൽ വേടനെ പോലീസ് അറസ്റ്റ് ചെയ്ത ശേഷം വിട്ടയച്ചിരുന്നു. യുവതിയുമായുള്ള അഭിമുഖം സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിക്കുകയാണ്.